ഹായ്, ഞാൻ ജയശ്രീ. എല്ലാവർക്കും ദേവദത്തം ടൈംസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഗുജറാത്ത് യാത്ര ഇങ്ങനെ വീണ്ടും പോവുകയാണ് കേട്ടോ. നമ്മൾ സയൻസംഗീർ, അതായത് ഗിർവനങ്ങളിൽ നിന്ന് കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ പിറ്റേ രണ്ടര ദിവസം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 2.5 ദിവസത്തിൻ്റെ ഉച്ചയപ്പം എന്ന് മീൻസ് ഒരു 1:30-2 മണിയായപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ബസ് റെഡിയായി. ബസ് മീൻസ് പബ്ലിക് ട്രാൻസ്പോർട്ട്, GSRTC. അത് നല്ല രസമായിരുന്നേ. നല്ല ഒരു പാട്ട ഇങ്ങനെ കുലുങ്ങി എല്ലാവരും എല്ലാ സാധനങ്ങളും കൊണ്ട് കയറുന്നൊരു വണ്ടി. അതിനകത്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ കയറി, സയൻസംഗീറിൽ നിന്ന് കയറി സോംനാഥിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറേ ഉള്ളൂ സോംനാഥിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു 2 മണിക്ക് കയറിയിട്ട് ഏകദേശം ഒരു 3:30-4 മണിയായപ്പോഴത്തേക്കും സോംനാഥ് ടെമ്പിളിൻ്റെ അവിടെ എത്തി. അവിടെ നമ്മളൊരു ഹോട്ടൽ എടുത്തിരുന്നു. ആ ഹോട്ടലിൽ നമ്മൾ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ യാത്രയ്ക്ക് അടുത്ത സ്ഥലത്ത് സോംനാഥ് ടെമ്പിളിലേക്ക് പോകാൻ തുടങ്ങി. കാരണം അവിടെ സോംനാഥ് ടെമ്പിളിലുള്ള 2 കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. ഒന്ന്, അവിടുത്തെ ആരതി. അപ്പോൾ സോംനാഥ് ടെമ്പിളിനെ പറ്റി നമ്മൾ കേട്ടറിഞ്ഞ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പല പ്രാവശ്യവും പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അത് വീണ്ടും അത് കുറേ പ്രാവശ്യവും അങ്ങനെ അത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നശിക്കാതെയോ അത് പുനരുജ്ജീവിപ്പിച്ചോ കൊണ്ടുവന്ന ഒരു ടെമ്പിളാണത്, അമ്പലമാണത്. അതിപ്പോഴും അതേപോലെ തന്നെ കൺസ്ട്രക്ഷനൊക്കെ വീണ്ടും അവർ നല്ല രസമാണ്. അതിൻ്റെ കൊത്തി പുറമേ കാണുന്ന കാർവിങ്സും എല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കാണാനും നല്ല രസമാണ്. ജ്യോതിർലിംഗം നമുക്ക് അത്രയ്ക്കും വലിപ്പമുള്ളതാണ്. അതിൻ്റെ കൺസ്ട്രക്ഷന് ഉള്ളിലുള്ള സ്ഥലങ്ങൾ നമുക്ക് വളരെ അടുത്തുനിന്ന് തന്നെ അതിനെ കാണാം. പിന്നെ അത് എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നും, നമുക്ക് വാച്ച് പോലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്, ചെരുപ്പ് വയ്ക്കാനും ഈ മൊബൈലൊക്കെ വയ്ക്കാനും സെപ്പറേറ്റ് ക്ലോക്ക് റൂംസ് ഉണ്ട്. അവിടെ നമുക്ക് വെച്ചിട്ട് പോവാം. അതിനകത്ത് അവർ പൈസയൊന്നും അങ്ങനെ ചോദിക്കുന്നൊന്നുമില്ല. എത്ര പൈസ വേണമെന്ന് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് തരാനേ പറയാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കുറേ സെക്യൂരിറ്റി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് കയറുക. അപ്പോൾ ഈ ഒരു കൊള്ളയടിക്കപ്പെട്ടതായതുകൊണ്ടായിരിക്കും അവർ പ്രിക്കോഷൻസ് എടുക്കുന്നത്. അത് അറബിക്കടലിൻ്റെ തീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നല്ല ആ കടലിൻ്റെ തീരത്തും വരെ സൂര്യാസ്തമയം നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണുന്നത്. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞില്ലേ, നമ്മളവിടെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ കയറുമ്പോൾ, അത് ഇപ്പം അധികം തിരക്കില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്കധികം തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ക്യൂ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞ് അവിടെ ദർശനത്തിന് അതിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് തന്നെ തൊഴാൻ നമ്മൾ സമ്മതിക്കും. കുറേ സെക്യൂരിറ്റി ഗാർഡ്സ് അതിനകത്തും ഉണ്ട് കേട്ടോ. ലേഡീസും ജെൻസും ഒക്കെ സെക്യൂരിറ്റി ഗാർഡ്സായിട്ട് നിൽക്കുന്നുണ്ട്. 2 ക്യൂ ആണ്, ലേഡീസിന് വേറെ ജെൻസിന് വേറെ ക്യൂ ആയിട്ടാണ് പോകുന്നത്. അപ്പം നല്ല സുഖമായിട്ട് ഞാനൊരു 3-4 പ്രാവശ്യം ക്യൂവിൽ കയറും, പിന്നെ തിരിച്ചു വരും, വീണ്ടും ക്യൂവിൽ കയറും, അങ്ങനെ തൊഴുതു. നല്ല ഒരു കാഴ്ചയായിരുന്നു, ദർശനമായിരുന്നു. അപ്പോൾ 7 മണിയായപ്പോൾ ആരതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം ആരതിക്ക് വേണ്ടി നമ്മൾ വീണ്ടും ക്യൂ നിന്നു. അപ്പോൾ ആരതിക്ക് വേണ്ടി എല്ലാവരെയും അപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കാൻ പറ്റില്ല. കാരണം ആരതി ഒരു സമയം 7 മണി തൊട്ട് അരമണിക്കൂറാണെന്നാണ് തോന്നുന്നത്, 7 മണി തൊട്ട് 7:30 വരെ. അപ്പോൾ നമുക്ക് ഒരാൾ ആരതി കണ്ട് വീണ്ടും അത് പോയി അടുത്ത ആൾക്ക് കാണാൻ വേണ്ടി നമ്മളത് മാറിക്കൊടുക്കും. അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയൊന്നുമില്ല, ക്യൂ സിസ്റ്റം കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്. ആരതിയും നല്ലൊരു രസകരമായ ഒരു അനുഭൂതിയായിരുന്നു. അപ്പോൾ ആ പൂവൊക്കെ ഉണ്ടായിരുന്ന അതിനകത്ത് ഉണ്ടായിരുന്ന പൂക്കളൊക്കെ മാറ്റി ഒരു പ്ലെയിൻ മാതിരി കാണുമ്പോൾ നമുക്കതിൻ്റെ ഒറിജിനൽ ഫോം നമുക്ക് കാണാനും പറ്റും. അതാണ് വേറൊരു പ്രത്യേകത ഈ സമയത്ത്. അതെങ്ങനെ കുറേ ധൂമം ഒക്കെ ആക്കി അങ്ങനെയാണ് ആരതി, അതാണ് ഉദ്ദേശിക്കണതെന്ന് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞു, അത് കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 6:30 കഴിയുമ്പോൾ ടിക്കറ്റ് കൊടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് കുറേ വലിയ വിശാലമായ സ്ഥലമാണ് കേട്ടോ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ വേണ്ടി. കുറേ സ്ഥലമുണ്ട്. അവിടെ സീറ്റ് പിടിച്ചു. കുറേ പേരൊക്കെ നിലത്തായിരുന്നു, നല്ല തിരക്കായിരുന്നു. അവസാനം സീറ്റൊക്കെ ഫുള്ളായിട്ട് നിലത്തിരുന്ന ആൾക്കാരത് കണ്ടു. ചരിത്രം പറയുന്ന കാര്യം തന്നെ, പക്ഷേ നല്ല രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ല ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്ത നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു പണ്ടത്തെ അതിൻ്റെ നശിച്ചു പോയതും വീണ്ടും അതിനെ പുനരുജ്ജീവിപ്പിച്ചതും രാജാക്കന്മാരും എല്ലാം നമുക്കിങ്ങനെ അത് നന്നായിട്ട് ആ സ്റ്റോറി നമ്മളോട് പറയുന്നുണ്ട്. അവിടെ ഒരു പ്രസാദമുണ്ട്, ലഡു പോലത്തെ. ആ പ്രസാദവും നമ്മൾ കഴിച്ചു, നല്ല സ്വാദാണ്. പിന്നെ ഒരു കപ്പലണ്ടി മിഠായിയൊക്കെ പോലത്തെ ഒരു പ്രസാദവുമുണ്ട്, അതും ഞങ്ങൾ കഴിച്ചു, നല്ല സ്വാദുണ്ട്.
അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് തിരിച്ച് റൂമിലെത്തി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനടുത്തൊക്കെ കുറച്ച് അമ്പലങ്ങളുണ്ട്. അത് ഞങ്ങളോട് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ആൾക്കാർ പറഞ്ഞു നമുക്ക് കാണാനുള്ള ഇത്ര സമയത്തിനുള്ളിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് വീണ്ടും യാത്ര തുടരണം. പിറ്റേ ദിവസം രാവിലെ നമുക്ക് വീണ്ടും ഒന്നും കാണാൻ സമയമില്ല. അതുകൊണ്ട് അന്ന് തന്നെ ഇത് ഈ സോമനാഥ് ടെമ്പിളിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഓട്ടോ ഏർപ്പാടാക്കി. ഓട്ടോനടുത്ത് ഇത്ര സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞാൽ അവർ റേറ്റ് ഫിക്സ് ചെയ്യും. ആ റേറ്റ് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് അവർ നമ്മളെ കൊണ്ടുപോകും. ആദ്യം കൊണ്ടുപോയതൊരു രാധാകൃഷ്ണ ടെമ്പിൾ ഉണ്ട്. അത് ഒരു നദിയുടെ തീരത്താണ്. ഏത് നദിയാന്ന് ഞാൻ പേര് മറന്നുപോയി. ആ നദിയുടെ തീരത്ത് അത് സങ്കല്പം എന്താണെന്ന് വെച്ചാൽ പണ്ട് ശ്രീകൃഷ്ണൻ പാദത്തിൽ അമ്പയേറ്റ് മരിച്ച സ്ഥലമാണ്. അപ്പോൾ ആ പാദവും അമ്പയേറ്റതും ഒക്കെ ആയ ഒരു സ്ഥലം അവിടെ അതിൻ്റെ താഴത്തെ പോർഷനിലുണ്ട്. അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയ ഒരു സ്റ്റെപ്പും കൂടി 2 സ്റ്റെപ്പും കൂടി താഴത്താണത്. നിലവറ പോലെയുള്ള ഒരു സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ആ പാദം ഒക്കെ അതാണ് അവിടുത്തെ ഒരു സങ്കല്പം. അവിടെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ത്രിവേണി സംഗമമുണ്ട്. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ അലഹബാദിൽ കാണുന്ന ആ ഒരു ത്രിവേണി സംഗമം അകത്തേക്ക് കൊണ്ടുപോകുന്ന, അതായത് നദിയുടെ ഉള്ളിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഇവർ പറയുന്നത് ആ 3 നദികളും അവിടെ സംഗമിക്കുന്നുണ്ട്. 2 നദികളുടെ പേര് എനിക്കറിയില്ല. അതിൽ സരസ്വതി നദിയും കൂടി ഉണ്ട്. സരസ്വതി നദി മാത്രം ഒരു സങ്കല്പമാണെന്നാണ് അവർ പറയുന്നത്. മറ്റേ 2 നദികളും പേരുണ്ട്, എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രാവുകൾ ഇഷ്ടം പോലെയുണ്ട് ആ നദീ തീരത്ത്. നമുക്ക് ഇറങ്ങാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാന്നല്ലാണ്ട് നമുക്കങ്ങനെ ഇറങ്ങാനൊന്നും തോന്നൂല അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവുകൾ നിറച്ചുണ്ട്. പ്രാവുകളും ഉണ്ട്. ഈ വെള്ളത്തിൽ നടക്കുന്ന വെള്ളക്കൊക്കുകളില്ലേ അതുകൊണ്ട്. ഈ പ്രാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ സ്ത്രീകൾ ഒരു കൊഴുക്കട്ട പോലെ ഇരിക്കുന്ന ഭക്ഷണ സാധനം വിൽക്കാനിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച് നമുക്ക് കഴിക്കാനുള്ളതാണെന്ന്. പക്ഷെ അത് പ്രാവിന് കൊടുക്കാനുള്ളതാണ്. എന്താണ് അതിൻ്റെ ഉള്ളിലെ ഇൻഗ്രീഡിയൻസ് എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളത് ഒരു 10-20 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊഴുക്കട്ട ഇങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുക ഫോട്ടോ എടുക്കാൻ വേണ്ടി. കയ്യിൽ ഇങ്ങനെ 2 കയ്യിലും ഈ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ പ്രാവുകൾ അവിടെ വന്നിരുന്ന് കൊത്തി തിന്നോളും. നമുക്ക് പേടിയാവും അത് നമുക്ക് കൈ മുറിയോ എന്നൊക്കെ. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അത് അപ്പോഴാണ് എല്ലാവരും ഫോട്ടോ എടുക്കുക. ആ നദിയുടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കയ്യിൽ ഇതും വെച്ചിട്ട് പ്രാവുകൾ മുഴുവനും ഇരിക്കുന്ന ഒരു ഫോട്ടോ നല്ല രസമാണ്. അതാണ് അവിടുത്തെ ഒരു ത്രിവേണി സംഘം എന്ന് പറയുന്നത്. പിന്നെ ഒരു ശ്രീരാമൻ്റെ അമ്പലമുണ്ട്. ഇതേപോലെ തന്നെ ഒരു റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തിനുള്ളിൽ പണിതതാണെന്ന് തോന്നുന്നുണ്ട് ശ്രീരാമൻ്റെ ഒരു അമ്പലവും. ലിഫ്റ്റൊക്കെ ഉണ്ട് ആ അമ്പലത്തിൽ. പിന്നെ അവിടെ പോയി നിന്നിട്ട് നമ്മൾ തൊഴുത് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ലെഡ്ജർ പോലത്തെ ഒരു ബുക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ബെഞ്ചും ഡെസ്കും നിലത്തിരിക്കുക, മുകളിലൊരു പീഠം ബെഞ്ച് പോലെ, എന്നിട്ട് അത് നമുക്ക് ഡെസ്ക് പോലെ, എന്നിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് രാം 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 എന്ന് ഇങ്ങനെ എല്ലാവരും എഴുതുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അടുത്ത യാത്ര പുറപ്പെടുകയാണ്. നമുക്ക് അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് നോക്കാം. ബായ്.